സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ആശാ വർക്കേഴ്സിനെ അണിനിരത്തി സെക്രട്ടേറിയറ്റിന് മുന്നിൽ ഇന്ന് സമരക്കാർ മഹാസംഗമം സംഘടിപ്പിച്ചു. ഉന്നയിച്ച ആവശ്യങ്ങൾ അംഗീകരിക്കും വരെ സമരത്തിൽ നിന്ന് പിന്നോട്ടില്ല എന്നാണ് പ്രതിഷേധക്കാർ പറയുന്നത്. ആശാ വർക്കേഴ്സിനൊപ്പം ഡൽഹിയിൽ പോയി സമരം ചെയ്യാനും തയ്യാറാണ് എന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ് പറഞ്ഞു. ഓണറേറിയ മാനദണ്ഡങ്ങൾ പിൻവലിച്ച സർക്കാർ തീരുമാനം തള്ളിയാണ് അനിശ്ചിതകാല സമരവുമായി ആശാ വർക്കർമാർ മുന്നോട്ട് പോകുന്നത്. സമരം ശക്തമാക്കുന്നതിന്റെ ഭാഗമായി സെക്രട്ടേറിയറ്റ് പടിക്കൽ ആശമാരുടെ മഹാസംഗമവും നടന്നു. മഹാസംഗമത്തെ തുടർന്ന് സെക്രട്ടേറിയറ്റിന് മുന്നിലെ MG റോഡ് ആശാ വർക്കർമാരാൽ നിറഞ്ഞു. സെക്രട്ടേറിയറ്റ് പരിസരത്തെ നിശ്ചലമാക്കിയുള്ള കടുത്ത പ്രതിഷേധവുമായി ആശാ വർക്കർമാരുടെ മഹാസംഗമം മാറി. 2 ദിവസം മുമ്പ് ഇവരുടെ 2 മാസത്തെ വേതന കുടിശ്ശിക സർക്കാർ അനുവദിച്ചിരുന്നു. പക്ഷേ സമരം പിൻവലിക്കാൻ തയ്യാറല്ല. കുടിശ്ശിക വേതനം നൽകുക എന്നുള്ളത് തങ്ങളുടെ ആവശ്യങ്ങളിൽ ഒന്ന് മാത്രമാണെന്നും മറ്റ് ആവശ്യങ്ങൾ കൂടി അംഗീകരിച്ചാൽ മാത്രമേ സമരം പിൻവലിക്കൂ എന്നാണ് ആശാ വർക്കർമാരുടെ നിലപാട്. വേതനം നിലവിലുള്ള 7,000 രൂപയിൽ നിന്ന് 21,000 രൂപയാക്കുക, പെൻഷൻ അനുവദിക്കുക, വിരമിക്കുമ്പോൾ 5 ലക്ഷം രൂപ അനുവദിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ കൂടി അംഗീകരിക്കണമെന്നാണ് സംഘടനയുടെ നിലപാട്. നമുക്ക് ജീവിക്കണം, അതുകൊണ്ട് നമുക്ക് 21,000 രൂപ തന്നേ തീരൂ. ഞാനൊരു വിധവയാണ് സാർ, വീട് പോലുമില്ല, നമുക്ക് മക്കളുണ്ട്, പഠിക്കണം മക്കൾ. അപ്പം ഈ തുക വെച്ച് നമുക്ക് ജീവിക്കാൻ പറ്റുമോ സാർ? മക്കളെ പോറ്റി വളർത്താൻ പറ്റുമോ? അതുകൊണ്ട് തീർച്ചയായിട്ടും ഞങ്ങൾക്ക് 21,000 രൂപ തന്നേ തീരൂ. അത് പോയിട്ട് 62 വയസ്സാകും വിരമിച്ചാൽ നമുക്ക് 5 ലക്ഷം തന്നേ തീരൂ. പിന്നെ നമ്മൾ അനാഥരായി പോകും സാർ. PSC അംഗങ്ങളുടെ ശമ്പളം വർദ്ധിപ്പിച്ച സർക്കാർ തങ്ങളെ പരിഹസിക്കുകയാണെന്നും ആശമാർ കുറ്റപ്പെടുത്തി. PSC മെമ്പർമാർക്ക് എത്രയാ കൂട്ടിയത്? 1000 കണക്കിനാ കൂട്ടിയത്. അപ്പൊ ഈ പാവപ്പെട്ട ആശാ വർക്കർമാർക്ക് കൂട്ടാൻ പറ്റില്ലേ? 100 രൂപ സർക്കാർ തയ്യാറല്ല. ഇതിനെ വെറുതെ ചരിത്രമാപ്പ് കൊടുക്കില്ല. തൊഴിലാളികളുടെ കാര്യം പറഞ്ഞ് അധികാരത്തിലേറി തൊഴിലാളികളെ പറ്റിക്കുന്ന നയത്തിനെതിരെ മറുപടി കൊടുക്കും. ഞങ്ങൾ വിചാരിച്ച അടുത്ത പ്രാവശ്യം ഇവിടെ സർക്കാർ വരത്തില്ല, ഞങ്ങൾ തീരുമാനിക്കണം. അതിനിടെ ആശാ വർക്കർമാർക്ക് ഏറ്റവും കൂടുതൽ ശമ്പളം ലഭിക്കുന്ന സംസ്ഥാനം കേരളമാണെന്ന് ആരോഗ്യമന്ത്രി ഇന്നും ആവർത്തിച്ചു. കേന്ദ്ര സർക്കാർ 1 രൂപ പോലും കേരളത്തിന് നൽകിയിട്ടില്ല. ആശമാരുടെ വേതനം ഉൾപ്പെടെ മുടങ്ങിപ്പോകാതിരിക്കാൻ വേണ്ടി പണം നൽകിയത് ധനവകുപ്പാണ്, അല്ലെങ്കിൽ പണം ചെലവഴിച്ചത് സംസ്ഥാന സർക്കാരാണ്. ഞാനും ഇവർക്കൊപ്പം ഡൽഹിയിൽ പോയി സമരം ചെയ്യാൻ തയ്യാറാണ്. ഡൽഹിയിൽ പോയി കേന്ദ്ര സർക്കാരിനോട് അവരെത്രയോ വർഷങ്ങളായി ഇൻസെന്റീവ് കൂട്ടിയിട്ട് ആവശ്യങ്ങൾ പൂർണ്ണമായും അംഗീകരിക്കും വരെ പ്രതിഷേധം ശക്തമാക്കാനാണ് ആശാ വർക്കേഴ്സിന്റെ തീരുമാനം. സമരരീതി മാറ്റുന്ന കാര്യത്തിലും ഉടൻ തീരുമാനമുണ്ടാകും. ഇഷ്ടക്കാർക്ക് വാരിക്കോരി ശമ്പള വർധനവ് നൽകുമ്പോഴാണ് അടിസ്ഥാന വർഗത്തോടുള്ള സർക്കാരിന്റെ അവഗണന. ഓണറേറിയ മാനദണ്ഡങ്ങൾ പിൻവലിച്ച നടപടി കൊണ്ട് മാത്രം തീരുന്നതല്ല ആശാ വർക്കർമാരുടെ സമരം. അതിന്റെ സൂചനയാണ് ഇന്ന് നടന്ന മഹാസംഗമം. തിരുവനന്തപുരത്ത് നിന്നും MG പ്രതീഷ്, 24. പൊതുജനം കഴുതയല്ല സാർ. 11ാം ദിവസത്തിൽ സമരം എത്തി നിൽക്കുകയാണ്. എങ്കിലും ആവശ്യങ്ങൾ പൂർണ്ണമായി അംഗീകരിക്കും വരെ പ്രതിഷേധം അവസാനിപ്പിക്കില്ല എന്ന് ഉറച്ച ശബ്ദത്തോടുകൂടി ആശാ വർക്കേഴ്സ് പറയുന്നുണ്ട്. സമരരീതി മാറ്റുന്ന കാര്യത്തിലടക്കം ആലോചന സമരക്കാർക്കിടയിൽ നടക്കുന്നു. എന്താണ് ആശാ വർക്കേഴ്സിന് ഇതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്? സർക്കാർ അതിനിടയിൽ സ്വീകരിക്കുന്ന ചില നിലപാടുകൾ അത് പ്രതിഷേധക്കാരെ കൂടുതൽ വലിയ രീതിയിൽ സർക്കാരിനെതിരെ വിമർശനം ഉന്നയിക്കാനുള്ള തരത്തിലേക്ക് കൊണ്ടുപോവുകയും ചെയ്യുന്നുണ്ട്. KV തോമസിൻ്റെ യാത്രാബത്ത് ഉയർത്താനുള്ള നീക്കം, അതുപോലെ PSC അംഗങ്ങൾക്കും ചെയർമാനും ശമ്പളം വർദ്ധിപ്പിക്കാനുള്ള തീരുമാനം, ഇതിനെയൊക്കെ അതിരൂക്ഷമായി സമരവേദിയിൽ നിന്നുകൊണ്ട് അവർ വിമർശിക്കുന്നുണ്ട്. ആശാ വർക്കേഴ്സിൻ്റെ പ്രതികരണത്തിലേക്ക്. ഞങ്ങൾ ആവശ്യപ്പെട്ട കാര്യങ്ങൾ നടന്ന സമരം തന്നെ. ഞങ്ങൾക്ക് ഓണറേറിയം വർദ്ധിപ്പിക്കണം, അതാണ് ഞങ്ങൾക്ക് മെയിനായിട്ടുള്ളത്. അത് അതാത് മാസം 5-ാം തീയതി ഞങ്ങൾക്ക് തരണം. നമ്മൾ സമരം മുന്നോട്ട് കൊണ്ടുപോകാൻ തന്നെയാണ് തീരുമാനിച്ചത്. നമ്മൾ ആവശ്യപ്പെട്ട എല്ലാ കാര്യങ്ങളും അവർ നമുക്ക് രേഖാമൂലം ഉറപ്പ് തരണത് വരെ നമ്മൾ ഈ സമരം മുന്നോട്ട് കൊണ്ടുപോകും. അത്രയും കഷ്ടപ്പെടുന്നുണ്ട് ഞങ്ങൾ, ഒരുപാട് ദുരിതം അനുഭവിക്കുകയാണ് കുടുംബപരമായിട്ടും. ഇതിൽ നിന്നൊരു നേട്ടം ഉണ്ടായാലേ ജീവിക്കാൻ കഴിയുള്ളൂ. ഈ മന്ത്രി വീണ ജോർജ് ഇത്രയ്ക്കും ഒരു തൊഴിലാളികളുടെ നേതാവെന്ന് പറയാൻ തന്നെ ഞങ്ങൾക്ക് നാണക്കേടാകുന്നു. ഇത്രയും മോശമായ അവരും ഒരു സ്ത്രീയല്ലേ, ഇങ്ങനെ അങ്ങോട്ട് സ്ത്രീകളോട് അപമാനിക്കാൻ പാടില്ലല്ലോ. തുടരാൻ തന്നെയാണ് തീരുമാനം. ഇതിന് പിന്മാറാനേ ഇല്ല, കിട്ടണം.
പ്രതീക്ഷയുണ്ട്. പെൻഷനാകുമ്പം 5 ലക്ഷം രൂപ അതിനുള്ള പെൻഷൻ കൂടി തരണമെന്നാണ് ഞങ്ങൾ ചോദിക്കുന്നത്. കൂടുതലൊന്നും ചോദിക്കുന്നില്ല. ഈ സമരം ഞങ്ങൾ തുടർന്ന് തന്നെ പോകും. ഞങ്ങളിൽ പ്രതീക്ഷയുണ്ട്. ഞങ്ങൾ എത്ര പ്രതിസന്ധികളൊക്കെ വന്നാലും ഞങ്ങൾ പറഞ്ഞ ഡിമാൻഡ് നേടുന്നിടം വരെ ഞങ്ങൾ ഇവിടെ തന്നെ നിൽക്കും.